കണ്ണൂരിൽ കുട്ടിയാന ചരിഞ്ഞതിൽ അന്വേഷണം കണ്ണൂർ DFIയുടെ നേതൃത്വത്തിൽ നടത്തും. കണ്ണൂർ കരിക്കോട്ടക്കരയിൽ ഇന്നലെ വൈകിട്ടാണ് മയക്കുവെടി വെച്ച് കുട്ടിയാനയെ പിടികൂടിയത്. വളയഞ്ചാൽ RRT കേന്ദ്രത്തിലെത്തിച്ച ആനയ്ക്ക് ചികിത്സ നൽകിയിരുന്നെങ്കിലും പന്നിപ്പടക്കം പൊട്ടി താടിയലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നതിനാൽ ഭക്ഷണവും വെള്ളവും എടുക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു കുട്ടിയാന. വനാതിർത്തിയിൽ കൂടുതൽ പന്നിപ്പടക്കം വച്ചിട്ടുണ്ടോ എന്നറിയാൻ ആറളം ഫാമിൽ വനം വകുപ്പ് പരിശോധന നടത്തുകയാണ്. വിവരങ്ങളുമായി സുമേഷ് മൊറാഴ നമുക്കൊപ്പം ചേരുന്നു. സുമേഷ്, എന്താണ് അവിടെ ഇപ്പോൾ വനവകുപ്പിന്റെ പരിശോധന? സജിത്ത്, അല്പസമയം മുമ്പാണ് ആറളം ഫാമിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടക്കുന്നത്. ഇന്നലെ കരിക്കോട്ടക്കരിയിൽ കുട്ടിയാനയ്ക്ക് വായിൽ പരിക്കേറ്റ സംഭവം ഉണ്ടായിരുന്നു. കുട്ടി അതിനുശേഷം തിരിഞ്ഞിരുന്നു. മയക്കുവെടി വെച്ചതിന് ശേഷമാണ് കുട്ടിയാന തിരിഞ്ഞത്. എന്നാൽ വായിൽ പരിക്ക് പറ്റിയ സംഭവത്തിലാണ് ഇപ്പോൾ വനംവകുപ്പിന്റേതായ ഒരു പ്രാഥമിക വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. പന്നിപ്പടക്കം പൊട്ടിയാണ് കുട്ടിയാന വായിൽ പരിക്ക് പറ്റിയത് എന്നാണ് ഇപ്പോൾ വനം വകുപ്പ് വനംവകുപ്പിന്റേതായിട്ടുള്ള ഒരു പ്രാഥമിക വിലയിരുത്തൽ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്ന് ആറളം ഫാമിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിലും ബോംബ് സ്ക്വാഡിന്റെ നേതൃത്വത്തിലും അവിടെ പരിശോധന നടക്കുകയാണ്. എന്നാൽ അത് ഒരു പ്രാഥമിക വിലയിരുത്തൽ മാത്രമാണ്. ഇപ്പൊ വനംവകുപ്പ് മന്ത്രി പങ്കെടുക്കുന്ന ഉന്നതതല യോഗം കണ്ണൂർ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സ്ഥിരീകരണം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് അല്പസമയത്തിന് ശേഷം ഉണ്ടാവും. സുമേഷ് സൂചിപ്പിച്ചതുപോലെയാണ് സാഹചര്യം. അവിടെ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം നടക്കുകയാണ്. വലിയ വിമർശനമാണ് ഈ കുട്ടിയാന ചരിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നത്. കാരണം ആനയ്ക്ക് പരിക്കേറ്റിരുന്നു എന്ന് മാത്രമല്ല, അടുത്തിടെ വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടിയ ആനകൾക്കൊന്നും അവരുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. ഇന്നലെ കരിക്കോട്ടക്കരയിൽ ആന ഇറങ്ങിയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വനംവകുപ്പിന്റെ വാഹനത്തിന് നേരെ അടക്കം ഈ കുട്ടിയാന ആക്രമണം നടത്താൻ വരുന്നു. ഒടുവിൽ അവിടെ ജനവാസ മേഖലയിൽ തുറന്ന ആനയെ പിന്നീട് മയക്കുവെടി വെച്ച് പിടികൂടുകയായിരുന്നു. ജീവിതമാണ് ലഹരി.